ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മൺഡേ മോർണിംഗ് ആണ് കേട്ടോ. സൺഡേ ഇതേപോലെ ലീവായിട്ട് മൺഡേ എന്നെപ്പോലെ എണീക്കാൻ മടിയിൽ ആരൊക്കെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ മൺഡേ ഇതേപോലെ ഭയങ്കര മടിയാണ്. സൺഡേ എന്താ പറയണ്ടേ, ഇത്ര ലീവായി ഇത്തിരി നേരം വൈകിട്ട് എണീച്ചിട്ട് മൺഡേ ഇതേപോലെ ഇത്തിരി 5 മണി 4:30 ആയിട്ട് എണീക്കാൻ ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പോൾ എണീറ്റപാട് തന്നെ ചോറിന് ഇതാ വെള്ളം വെച്ചു, ചോറ് ഇതാ കുക്കറിൽ വെച്ചു. കുക്കറിലാണ് കേട്ടോ ഞാൻ ചോറ് വെക്കുന്നത്. അപ്പോൾ ചോറ് കുക്കറിൽ വെച്ചു. പിന്നെ ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മാവ് ഞാൻ അതിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. മിക്സിയുടെ ജാറിൽ തന്നെയാണ് മാവ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിതാ പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇഡ്ഡലി അടുപ്പിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കുവാണ് കേട്ടോ. സാധാരണ തണുപ്പ് ആവുന്ന സമയത്ത് മാവ് പൊങ്ങാറില്ല. ഇപ്പോൾ തണുപ്പുണ്ടോ എന്ന് വെച്ചാൽ തണുപ്പ് രാവിലെയും വൈകുന്നേരം മാത്രമേ ഒരു ചെറിയ തണുപ്പുള്ളൂ. തണുപ്പ് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചൂട് കാറ്റുമൊക്കെയാണ് ഇപ്പോൾ പുറത്ത്. നല്ല കാറ്റാണ് പുറത്ത്. അപ്പം ഞാൻ തലേന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊങ്ങി കിട്ടുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം പൊങ്ങി കിട്ടും മാവ്. കുറച്ച് നേരത്തെ അരച്ച് വെച്ചാൽ മതി. അപ്പോൾ സാമ്പാർ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ സാമ്പാർ വെച്ചു. നമ്മൾ സൺഡേ ആയതുകൊണ്ട് ഇന്നലെ തേങ്ങ വറുത്തരച്ചിട്ട് സാമ്പാറൊക്കെ വെച്ചായിരുന്നു. അതുകൊണ്ട് സാമ്പാറൊക്കെ ഉണ്ട്. ഇന്നലെ തന്നെ ഇഡ്ഡലിയുടെ മാവിന് അരിയിട്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ഞാൻ അരച്ച് വെച്ചു. അപ്പോൾ രാവിലെ ഇഡ്ഡലി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ചട്നിയൊന്നും ഉണ്ടാക്കിയില്ല. ഇവിടെ സാമ്പാർ ഉണ്ടാകുമ്പോൾ പിന്നെ ചട്നിക്ക് വലിയ ചിലവൊന്നുമില്ല, ആരും കഴിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മെനക്കെട്ട് ചട്നിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. പാറുകുട്ടിയും ദേവുട്ടിയൊന്നും എണീറ്റില്ല. പാറു എണീറ്റു. ദേവുവിനെ ഞാൻ 2-3 പ്രാവശ്യം പോയി വിളിച്ചു കേട്ടോ. അവൾ എണീറ്റില്ല. ഇനിയിപ്പം ഒന്നുകൂടെ പോയിട്ട് വിളിക്കണം. തിങ്കളാഴ്ച ഇത്തിരി മടിയാണ് എണീക്കാൻ വേണ്ടിയിട്ട്. ഞായറാഴ്ചയും ശനിയാഴ്ചയും സ്കൂളിൽ പോകണ്ടല്ലോ. അപ്പോൾ രാവിലെ എണീക്കാൻ ഇത്തിരി മടിയാണ്. ഇപ്പോൾ സമയം ഒരു 5:30 5:45 ആയുള്ളൂ കേട്ടോ. അവരൊരു 6-6:30 ആകുമ്പോഴേക്കും കുട്ടികൾ സ്കൂളിലേക്ക് പോകും. അപ്പം അതിന് മുന്നേ കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ ഇഡ്ഡലി എടുത്തു. ഇഡ്ഡലിയൊക്കെ ഞാൻ അവർ കഴിച്ചിട്ട് പോയട്ടോ. അപ്പോൾ കൊടുക്കുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതാ കുട്ടികളെ ലഞ്ചൊക്കെ പാക്ക് ചെയ്യാണ്. 1 മണി വരെ സ്കൂളുള്ളൂ. ദേവുവിന് 1 മണി വരെയും പാറു 2:30 ആകുമ്പോൾ വരും. അപ്പോൾ ചോറൊക്കെ വന്നിട്ടേ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ബ്രെഡോ പിന്നെ ബ്രെഡിൽ ജാം പുരട്ടിയിട്ടോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ ഇതേപോലെ ഫ്രൂട്ട്സും ആപ്പിളും ഓറഞ്ചോ അങ്ങനെയൊക്കെ മുറിച്ചിട്ടാണ് കൊടുക്കാറ്. പിന്നെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം പിന്നെ കഴിക്കുമല്ലോ. ചോറ് ഉച്ചക്കല്ലേ വന്നിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൽ ഉള്ള സാധനം ഇവിടുന്ന് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്രൂട്ട്സും പിന്നെ ഒരു കുപ്പി വെള്ളവും അതാണ് സ്കൂളിൽ കൊണ്ടുപോകുന്ന സാധനം. അപ്പോൾ ഇതാ ലഞ്ചൊക്കെ ഞാൻ പാക്ക് ചെയ്തു. ആപ്പിളും ഓറഞ്ചും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബന്ന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബന്നൊന്ന് വെണ്ണയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ അവരുടെ സ്കൂൾ ലഞ്ച് എന്ന് പറയാം. എന്നാലും ഓരോ സമയത്ത് അത് മുഴുവനും കഴിച്ചിട്ടൊന്നും വരത്തില്ല കേട്ടോ. ഓരോ സമയത്ത് അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ ഞാൻ എപ്പോഴും വഴക്കാണ് കഴിക്കാതെ കൊണ്ടുവരുന്ന സമയത്ത്. രാവിലെ 7 മണിക്ക് 7 മണിക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 8 മണിയാകുമ്പോൾ സ്കൂൾ തുടങ്ങും. ഉച്ച 1 മണി വരെ എന്താ പറയണ്ടേ ഇല്ല സമയത്ത് കഴിക്കാതിരുന്ന വിശക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് വഴക്കാണ്. അപ്പോൾ ഇതാ പോകാൻ റെഡിയായി. ലാസ്റ്റ് ഷൂ ഒക്കെ ഇടുവാണ്. ഉമ്മൊക്കെ തന്ന് അവർ പോയി കേട്ടോ. അപ്പോൾ ഇന്ന് നേരെ വൈകി എണീറ്റതുകൊണ്ട് തന്നെ ദൈവമ്മക്കും പാറമ്മക്കൊന്നും പിന്നെ പൂടാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അമ്മ പൂടണേന്നും പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പൂവാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലെ പാലപ്പൂവിൻ്റെ ഒരു മണമാണ്. പക്ഷേ എന്താ പറയണ്ടേ, കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ചെടിയിൽ തന്നെ ഈ 2 കളറ് പൂവുണ്ട്. ഈ സമയം ശരിക്കും പൂവ് കുറവായിരിക്കും. കാരണം ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം ഉണങ്ങിയ മരത്തിനൊക്കെ ഇലകൾ വരത്തുള്ളൂ. പക്ഷേ ഈ മരത്തിൻ്റെ ഇല അങ്ങനെ ഉണങ്ങത്തില്ല. റോസൊക്കെ വരണമെങ്കിൽ ഇനിയിപ്പം മഴയൊക്കെ പെയ്ത് നല്ല പോലെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലേ പൂവ് വരത്തുള്ളൂ. അപ്പോഴേക്കും ഓണം കഴിയും ചെയ്യും കേട്ടോ. ഈ സമയം പൂവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് പൂവുകൾ മാത്രമേ ഈ ഒരു സമയത്ത് ഉണ്ടാവുള്ളൂ. തണുപ്പ് മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ചെടികളിലൊക്കെ ഇലകളൊക്കെ തിരിച്ച് വരണത്രേ ഉള്ളൂ. ഈ ഒരു പൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കരുതി ഈ പൂ തന്നെയാണ് കേട്ടോ ഡെയിലി ഇടുന്നത്. അപ്പോൾ ഞാൻ ഈ പൂവും പറിച്ചു ഇടുവാണ്. പിന്നെ എന്താ പറയുക, ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു വലിയൊരു മരമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അതിൻ്റെ ഏതാ മരത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല അടിപൊളി മണമാണ് കേട്ടോ അതിൻ്റെ ഇലകൾ. ആ ഇലയും ഞാൻ ഇതേപോലെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്തിട്ട് പൂടുവാണ്. നമ്മുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഇലകളൊക്കെ നാട്ടിൽ കിട്ടുന്ന റെഡും
എല്ലാ കളറിലെ ഇലകളും ഇംഗ്ലീഷ് ചെടി എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുമായിരുന്നില്ലേ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ചെടികൾ, അതൊക്കെ മുറിച്ചിട്ടല്ലേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പൂ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതേപോലെ തന്നെ ഇതാ ആ പൂവും ആ ഇലകളും കൂടെ ഞാൻ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാൻ.